12 കോടിയുടെ ബമ്പർ ഭാഗ്യം കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമത്തിലെത്തിച്ച ദിനേഷ് കുമാർ ദുരിതമനുഭവിക്കുന്ന നാട്ടുകാർക്കായും കരുതലൊരുക്കും. ലോട്ടറി എടുക്കുന്നത് നല്ല കാര്യമാണെങ്കിലും അതിന് അഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ബമ്പർ കോടിപതി പറയുന്നു. അമ്മയുടെ സേവന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ ദിനേഷ് കുമാറും കുടുംബവും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളും ആകാറുണ്ട്. ഭാഗ്യവാനും കുടുംബവും അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. നാട് തേടിക്കൊണ്ടിരുന്ന പൂജ ബമ്പർ 12 കോടിയുടെ ഭാഗ്യവാനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായുള്ള ദിനേഷ് കുമാറാണ്. സസ്പെൻസ് ആയിരുന്നു, തൊടിയൂർ സ്വദേശി. അപ്പോൾ ഒരു സസ്പെൻസ് പൊളിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഈ സസ്പെൻസിന് കാരണം? അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത്. അതെന്നല്ല, നമ്മുടെ ഭാഗത്തെ കല്യാണങ്ങൾ അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കും. സ്ഥിരമായി ഈ ബമ്പർ എടുക്കുന്ന ആളാണ്? ബമ്പർ സ്ഥിരമായിട്ട് എടുക്കും. ബമ്പർ മാത്രമാണ് എടുക്കുക? ബമ്പർ എടുക്കും. ഞാനത് DC ഇട്ടേ എടുക്കത്തുള്ളൂ. നമ്മൾ നമ്പർ ഒരുവിധം സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൈസകൾ നഷ്ടപ്പെടാറില്ല. ചെറിയ ചെറിയ പ്രൈസുകൾ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എടുക്കണമെന്നുള്ള ഒരു തോന്നലുമുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇത് പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അത്രയും ലോങ്ങിൽ നിന്ന് എൻ്റെ 10-30 കിലോമീറ്റർ ലോങ്ങിൽ നിന്ന് വന്ന് ഇതെടുക്കാൻ വേണ്ടി തന്നെ അവിടെ നിന്ന് വന്നു. കൊല്ലത്ത് വന്നെടുക്കാനുള്ള കാരണം? കൊല്ലത്ത് വന്നെടുക്കാൻ ഞാൻ നേരത്തെ അടൂരൊക്കെ പോയി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ആയിട്ടൊന്ന് കൊല്ലത്ത് പോയി എടുക്കണമെന്ന്. കരുനാഗപ്പള്ളി ഇവരുടെ ടിക്കറ്റ് സ്ഥിരം അടിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ അങ്ങ് നിൽക്കും. അന്നേരം ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ലോട്ടറീസ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. പിന്നെ അമൃതയുമായി ഒരു ബന്ധമുണ്ട്. അമൃതയുടെ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട്. അമ്മയുമായി എങ്ങനെയാണ് അതിൻ്റെ ഒരു? അമ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കണ്ടാണ് നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. പിന്നെ അവരൊക്കെ ഭയങ്കര ഭക്തരാണ്. സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടുപേരും. ആരോടും പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പറഞ്ഞത് കല്യാണത്തിൻ്റെ ഇതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞങ്ങളിവിടെ വന്നേനെ. രാത്രിയിൽ ഇന്നലെ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു അറിഞ്ഞിരുന്നോ? രാവിലെയാണോ അറിഞ്ഞത്? രാവിലെ അറിഞ്ഞത്. ഇന്നലെ ഇതുപോലെ മുഖത്തെന്തോ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. കാരണം കിടന്നിട്ടും അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കും. അന്നേരം ഞാനൊന്ന് ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോഴും ഇങ്ങനെ എന്നെ നോക്കും. ഞാൻ ചോദിച്ചാൽ എന്താ ഉറക്കം വരുന്നില്ലോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് പിള്ളേരെ സ്കൂളിലും വിടണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞത്, അല്ല ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല അത്.